നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിർണായക ധാതു കരാറിൽ ഒപ്പുവെച്ച നേതാക്കൾ പ്രതികാര നികുതി പ്രഖ്യാപിച്ചതോടെ അപൂർവ ധാതുക്കളുടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ചൈന നിയന്ത്രിച്ചിരുന്നു. ചൈനയുടെ നിയന്ത്രണം മറികടക്കാൻ 8.5 ബില്യൺ US$ കരാറാണ് ഓസ്ട്രേലിയയുമായി ഒപ്പുവച്ചിരിക്കുന്നത്. കരാർ US-ഓസ്ട്രേലിയ ബന്ധത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് പ്രധാനമന്ത്രി ആൽബനീസ് കൂട്ടിച്ചേർത്തു. രേഖപ്രകാരം രണ്ട് സർക്കാരുകളും സംയുക്തമായി $3 ബില്യൺ നിർണായക ധാതു പദ്ധതികളിൽ നിക്ഷേപിക്കും. ഇവയ്ക്ക് ഒരുമിച്ച് $53 ബില്യൺ വീണ്ടെടുക്കാവുന്ന മൂല്യം കണക്കാക്കുന്നു. പദ്ധതിക്ക് പകരമായി ഓക്കസ് ഉടമ്പടിയിൽ ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ചൈനയിൽ നിന്ന് ഉത്ഭവിച്ചത് ചൈനീസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതോ ആയ അപൂർവ ഭൌമവസ്തുക്കളുടെയും ധാതുക്കളുടെയും ചെറിയ അളവുകൾ കയറ്റുമതി ചെയ്യുന്നതിന് സർക്കാരിന്റെ അനുമതി വാങ്ങിയിരിക്കണമെന്ന് ചൈന ഈ മാസം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. സൂക്ഷ്മധാതുക്കളുടെ ഖനന സംസ്കരണ രംഗത്ത് ലോകത്ത് ഒന്നാമതാണ് ചൈന. ഇവ ഏറ്റവും അധികം വാങ്ങി ഉപയോഗിക്കുന്നത് അമേരിക്കയുമാണ്. ഇതേ തുടർന്നാണ് ഓസ്ട്രേലിയയുമായി കൈകോർത്ത് മുന്നോട്ടു പോകുവാനുള്ള അമേരിക്കയുടെ തീരുമാനം. RAAF വിമാനങ്ങൾ നിയമവിരുദ്ധമായി തങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചുവെന്ന ചൈനയുടെ അവകാശവാദം തള്ളി ഓസ്ട്രേലിയ. ചൈനീസ് ആരോപണം വസ്തുതാപരമായി തെറ്റാണെന്ന് പ്രതിരോധ മന്ത്രി പാറ്റ് കോൺട്രോയ് വ്യക്തമാക്കി. ദക്ഷിണ ചൈന കടലിന് മുകളിലൂടെ പറന്ന ഓസ്ട്രേലിയയുടെ പട്രോളിംഗ് ജെറ്റിന് സമീപത്തായി ചൈനീസ് സൈനിക വിമാനം കഴിഞ്ഞ ദിവസം തീജ്വാലകൾ പുറപ്പെടുവിച്ചതിനെ ഓസ്ട്രേലിയ അപലപിച്ചിരുന്നു. ചൈന, വിയറ്റ്നാം, തായ്വാൻ എന്നിവ തമ്മിൽ പരമാധികാരം തർക്കത്തിലുള്ള ദ്വീപുകൾക്ക് മുകളിലൂടെ ഓസ്ട്രേലിയൻ വിമാനം നിയമവിരുദ്ധമായി തങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതായാണ് ചൈനീസ് വ്യോമസേന വക്താവ് ലീ ജിയാൻ മാധ്യമങ്ങളോട് നൽകിയ വിശദീകരണം. എന്നാൽ ചൈനീസ് നിലപാടിനെ തള്ളിയ ഓസ്ട്രേലിയ ലോകമെമ്പാടുമുള്ള എല്ലാ സൈന്യങ്ങളെയും പോലെ ചൈനീസ് സൈന്യവും സുരക്ഷിതവും പ്രൊഫഷണലുമായ രീതിയിൽ പെരുമാറണമെന്ന് വ്യക്തമാക്കി. ഓസ്ട്രേലിയയുടെ തെക്കുകിഴക്കൻ മേഖലയിൽ ന്യൂനമർദ്ദം രൂപം കൊണ്ടതിന് പിന്നാലെ നിരവധി സംസ്ഥാനങ്ങളിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച് അധികൃതർ. ശക്തമായ കാറ്റ്, മഴ, ഇടിമിന്നൽ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. സൌത്ത് ഓസ്ട്രേലിയ, വിക്ടോറിയ, ന്യൂ സൌത്ത് വെയിൽസ് എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കനത്ത കാറ്റ് വൈദ്യുതി തടസ്സപ്പെടുത്തുകയും മരങ്ങൾ കടപുഴകി വീഴുന്നതിന് കാരണമായേക്കാവുമെന്നാണ് BOM നൽകുന്ന വിശദീകരണം. സൌത്ത് ഓസ്ട്രേലിയ, വിക്ടോറിയ, ന്യൂ സൌത്ത് വെയിൽസ് എന്നിവിടങ്ങളിൽ രാത്രിയിൽ മണിക്കൂറിൽ 90 മുതൽ 110 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിലവിലുണ്ട്. പ്രതിസന്ധിയിലായ പ്രാദേശിക എയർലൈനായ റെക്സിനെ ഏറ്റെടുക്കുവാൻ US വ്യോമയാന കമ്പനിയായ AIRT കരാറിൽ ഏർപ്പെട്ടതായി റിപ്പോർട്ട്. കഴിഞ്ഞ ജൂലൈയിൽ കടം നിയന്ത്രണാതീതമായതിനെ തുടർന്ന് സർക്കാർ ഉടമസ്ഥതയിൽ വോളണ്ടറി അഡ്മിനിസ്ട്രേഷനിലേക്ക് എയർലൈൻ മാറിയിരുന്നു. ഫെഡറൽ ഗവൺമെന്റ് $130 മില്യൺ ജാമ്യം നൽകിയതിനു ശേഷം പ്രാദേശിക റൂട്ടുകളിൽ റെക്സ് സർവീസ് തുടരുകയായിരുന്നു. ഏറ്റെടുക്കൽ ഇതുവരെ എയർ റിയോ റെക്സോ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ഇന്നലെ വിവിധ എയർപോർട്ടുകളിൽ നിരവധി ഫ്ലൈറ്റ് സർവീസുകൾ റദ്ദാക്കുകയും സർവീസുകളിൽ കാലതാമസം നേരിടുകയും ചെയ്തു. ക്വാണ്ടാസ്, ജെറ്റ്സ്റ്റാർ, എയർ ന്യൂസിലാൻഡ് എന്നിവയുൾപ്പെടെയുള്ള പ്രധാന വിമാന കമ്പനികൾക്ക് പ്രതികൂല കാലാവസ്ഥ കാരണം കാലതാമസങ്ങളും റദ്ദാക്കലുകളും ഉൾപ്പെടെ വ്യാപകമായ തടസ്സങ്ങളാണ് വിമാനത്താവളങ്ങളിൽ അനുഭവപ്പെട്ടത്. പ്രതികൂല കാലാവസ്ഥ ആഭ്യന്തര അന്തർദേശീയ റൂട്ടുകളെ സാരമായി ബാധിച്ചുവെന്നാണ് റിപ്പോർട്ട്. മെൽബൺ ടുല്ലാമറൈൻ വിമാനത്താവളത്തിൽ 179 വിമാനങ്ങൾ വൈകുകയും 15ഓളം സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തു. സിഡ്നി വിമാനത്താവളത്തിൽ 175 കാലതാമസങ്ങളും 9 റദ്ദാക്കലുകളും രേഖപ്പെടുത്തിയപ്പോൾ ബ്രിസ്ബെയിൻ വിമാനത്താവളത്തിൽ 88 കാലതാമസങ്ങളും 7 റദ്ദാക്കലുകളും രേഖപ്പെടുത്തി. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ നടന്ന സിറ്റി കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ മലയാളിയായ ടോണി തോമസ്. ആർമഡയിൽ സിറ്റി കൌൺസിലിലെ റാൻഫോർഡ് വാർഡിലാണ് ടോണി തോമസ് മത്സരിച്ചത്. ഇരട്ടി ഉളിക്കൽ സ്വദേശിയും അക്കരെ കുടുംബാംഗവുമാണ് ടോണി. 2 വർഷം മുമ്പ് നടന്ന സിറ്റി കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ടോണി തോമസ് 48% വോട്ട് നേടി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചിരുന്നു. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ സിറ്റി കൌൺസിൽ തെരഞ്ഞെടുപ്പുകൾ ഒക്ടോബർ 18-നാണ് പൂർത്തിയായത്. പോസ്റ്റൽ വോട്ടിംഗ് സംവിധാനത്തിലാണ് വോട്ടെടുപ്പ് നടന്നത്. ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ഏകദിനം അഡ്ലീഡ് ഓവലിൽ നാളെ നടക്കും. മത്സരം ഇന്ത്യൻ സമയം രാവിലെ 9-ന് ആരംഭിക്കും. 8:30-നാണ് ടോസ്. കരിയറിന്റെ അവസാന നാളുകളിലൂടെ കടന്നുപോകുന്ന ഇന്ത്യയുടെ സൂപ്പർ സീനിയർ താരങ്ങളായ
രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും നിർണായകമാണ് ഈ മത്സരം. പെർത്തിൽ നടന്ന ആദ്യ ഏകദിനത്തിൽ തീർത്തും നിറം മങ്ങിയതിനാൽ അഡ്ലേഡിൽ ഫോമിൽ തിരിച്ചെത്തേണ്ടത് അനിവാര്യമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് പിടിച്ചെടുക്കുവാനും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്നു. നിലവിലെ അന്വേഷണത്തിൽ ഹൈക്കോടതി തൃപ്തി രേഖപ്പെടുത്തി. SITയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാമർശങ്ങളുണ്ട്. 2019 വീഴ്ചകൾ അറിഞ്ഞിട്ടും ഉദ്യോഗസ്ഥർ മൌനം പാലിച്ചെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു കേരളത്തിലെത്തി. ഇന്ന് ശബരിമലയിൽ ദർശനം നടത്തും. നാളെ വർക്കലയിലും കോട്ടയത്തും 4ാം നാൾ എറണാകുളത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്നലെ വൈകിട്ട് 6:20 രാഷ്ട്രപതി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പത്നിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ, മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവർ രാഷ്ട്രപതിയെ സ്വീകരിച്ചു. താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണത്തിനെതിരായ പ്രതിഷേധത്തിനിടെയുള്ള സംഘർഷത്തിൽ 10 വണ്ടികൾ പൂർണ്ണമായി കത്തി. 6 വണ്ടികൾ പൂർണ്ണമായി കത്തിച്ചു. 2 വണ്ടികൾ എറിഞ്ഞും അടിച്ചും തകർത്തു. ഫാക്ടറിക്ക് മുന്നിൽ യുദ്ധസമാനമായ കാഴ്ചയാണ് അരങ്ങേറിയത്. നിലവിൽ ഫാക്ടറിയിലെത്തി പൂർണ്ണമായും അടച്ചു. 9 ലോറി, 1 ഓട്ടോ, 3 ബൈക്കുകൾ എന്നിവയാണ് കത്തിച്ചത്. 3 പഞ്ചായത്തുകളിലെ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നതാണ് ഇവിടെ നിന്ന് ഗമിക്കുന്ന ദുർഗന്ധമെന്നാണ് പരാതി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.